ഹലോ നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. തേർഡ് ചാപ്റ്ററിന്റെ പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരൊക്കെയാ ബെസ്റ്റ് ഫ്രണ്ട്സ്? There are 4 friends: circle, square, triangle and rectangle. ഇവിടെ ഉണ്ട് 4 ഫ്രണ്ട്സ്. സർക്കിൾ, ഇതാണ് സർക്കിൾ. സ്ക്വയർ, ഇതല്ലേ നമ്മുടെ സ്ക്വയർ. ട്രയാങ്കിൾ, പിന്നെ ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. എന്താണ് സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയോ? രണ്ടും ഏകദേശം ഒരുപോലത്തെ ഷേപ്പ് ആണ്. പക്ഷേ സ്ക്വയറിന്റെ 4 സൈഡും സൈസ് ഈക്വൽ ആയിരിക്കും. എന്നാൽ റെക്റ്റാങ്കിളിന്റെ 2 സൈഡ് വലുതും 2 സൈഡ് ചെറുതുമായിരിക്കും. 2 വലിയ സൈഡും ഈക്വൽ സൈസ് ആയിരിക്കും, 2 ചെറിയ സൈഡും ഈക്വൽ സൈഡ് ആയിരിക്കും. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. ട്രൈ, അതുകൊണ്ടാണ് അതിനെ ട്രൈ ആംഗിൾ എന്ന് വിളിക്കുന്നത്. One day there began a fight between the friends. ഒരു ദിവസം ഈ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ടായി. എന്തിനു വേണ്ടിയ ഫൈറ്റ് എന്നറിയോ? Each of them said they were the best. അവർ ഓരോരുത്തരും പറഞ്ഞു, ഞാനാണ് ബെസ്റ്റ്. നമ്മൾ 4 പേരിലും ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഓരോരുത്തരും പറഞ്ഞു. Circle said, ഫസ്റ്റ് സർക്കിൾ പറയാണ്, I am the best. I am round and beautiful. ഞാനാണ് ബെസ്റ്റ്. ഞാൻ റൗണ്ട് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. I have no sharp edges. എനിക്ക് നിങ്ങളെപ്പോലെ ഷാർപ്പ് എഡ്ജസ് ഒന്നുമില്ല. ഷാർപ്പ് എഡ്ജസ് ഒക്കെ എവിടെയെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ വേദനയാവും അല്ലേ? Children use me to draw smiling face. കുട്ടികൾ എന്നെ ഉപയോഗിച്ചിട്ട് സ്മൈലിംഗ് ഫേസസ് ഒക്കെ വരയ്ക്കാറുണ്ട്. There are so many beautiful things in my shape. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഷേപ്പിലുള്ള പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. I am the best. സർക്കിൾ പറയാ, ഞാനാണ് ബെസ്റ്റ്. I am the best. The other shapes refuse to agree with the circle. സർക്കിൾ പറഞ്ഞതിനോട് മറ്റ് ഫ്രണ്ട്സ് അഗ്രി ചെയ്തില്ല. അവരതിനോട് സമ്മതിച്ചില്ല. Square then said, I am the best. I have 4 sides and all of them are equal in size. സ്ക്വയർ പറയാ, ഞാനാണ് ബെസ്റ്റ്. എനിക്ക് 4 സൈഡ് ഉണ്ട്, 4 സൈഡും ഈക്വൽ സൈസ് ആണ്. Children eat many sweets which are square in shape. I look very beautiful and so I am the best. സ്ക്വയർ പറയുന്നത് എന്താ? കുട്ടികൾ കഴിക്കുന്ന പല പലഹാരങ്ങളും എൻ്റെ ഷേപ്സിലാണ്, പല സ്വീറ്റ്സും എൻ്റെ ഷേപ്പിലാണ്. സോ ഐ എം ദ ബെസ്റ്റ്. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. ആഫ്റ്റർ ലിസണിങ് ടു ദിസ്, ട്രയാങ്കിൾ സെഡ് ഇൻ എ ലൗഡ് വോയിസ്. ഇതൊക്കെ കേട്ടിരുന്നപ്പോൾ ട്രയാങ്കിൾ ഉറക്കെ പറഞ്ഞു, ഐ ആം ദ ബെസ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് മീ. ഐ എം സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. I have 3 sides. എനിക്ക് 3 സൈഡുകളുണ്ട്. Children use me to draw mountains. കുട്ടികള് മൗണ്ടെയിൻസ്, വലിയ പർവ്വതങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ മലകളൊക്കെ വരയ്ക്കാൻ എൻ്റെ ഷേപ്പാണ് ഉപയോഗിക്കുക. They enjoy many yummy snacks in my shape, so I am the best. അവര് കഴിക്കുന്ന പല യമ്മി സ്നാക്സും അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, പല ഷേപ്സ് ഒക്കെ. ഈ ഷേപ്സിലുള്ള യമ്മി സ്വീറ്റ്സ് ഒക്കെ കുട്ടികൾ കഴിക്കും. അപ്പൊ ഞാനാണ് ബെസ്റ്റ്. Listening to the other 3 friends, Rectangle laughed aloud. മറ്റു 3 പേരും പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ Rectangle laughed aloud. ഉറക്കെ ചിരിച്ചു. Of course not. ഉറപ്പായിട്ടും നിങ്ങൾ ആരുമല്ല. No one can be better than me. ആർക്കും എന്നെക്കാളും ബെറ്റർ ആവാൻ പറ്റില്ല. I have 4 sides. 2 are equally long and 2 are equally short. നിങ്ങൾക്ക് നിങ്ങളെ പോലെയല്ല, എനിക്ക് 4 സൈഡ് ഉണ്ട്. അതിൽ 2 എണ്ണം ഈക്വലി ലോങ് ആണ്, 2 എണ്ണം ഈക്വലി ഷോർട്ട് ആണ്. ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ചിൽഡ്രൻ എൻജോയ് ബിസ്ക്കറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ റെക്ടാങ്കിൾ ഷേപ്പ്. കുട്ടികള് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റും ഒക്കെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. They also use so many things in my shapes.
I am the best, said the rectangle. അവര് വേറെയും പല സാധനങ്ങളും എന്റെ ഷേപ്പിലുള്ളതാണ് ഉപയോഗിക്കുന്നത്. സോ ഐ am the best. അങ്ങനെ 4 പേരും ഭയങ്കര ഫൈറ്റ് ആയി അല്ലേ? അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ? ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? The friends could not decide who was the best among them. അവർക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല അവരുടെ ഇടയിൽ ആരാണ് ബെസ്റ്റ് എന്ന്. They decided to ask the first person they meet. അവര് നടന്നു പോകുന്ന സമയത്ത് അവര് ആദ്യം തന്നെ കാണുന്ന ആളോട് ചോദിക്കാം എന്നവര് തീരുമാനിച്ചു. After some time they met a star. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരൊരു സ്റ്റാറിനെ കണ്ടോ? ഒരു സ്റ്റാർ വന്നു വഴിയിൽ. They stopped her and told her of their fight. അവര് സ്റ്റാറിനെ തടഞ്ഞു നിർത്തിയിട്ട് സ്റ്റാറിനോട് അവരുടെ ഫൈറ്റിനെ പറ്റി പറഞ്ഞു. They asked her to decide who was the best among them. അവര് പറഞ്ഞു, സ്റ്റാർ നീ ഇനിയിപ്പോ തീരുമാനിക്കണം ഞങ്ങൾ 4ലും ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന്. The star was wise. സ്റ്റാർ ഭയങ്കര ബുദ്ധിമതിയായിരുന്നു. She looked at all of them. അവര് സ്റ്റാർ ഈ 4 പേരെയും നോക്കി. She thought for a while. ഒന്ന് ചിന്തിച്ചു. Then she said, all of you are friends, then why should you fight? നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? Let me tell you something very important. ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. Do you know what you could do if you were together? നിങ്ങൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരുമിച്ചാവുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? You could create the most beautiful pictures and patterns. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്, ഭംഗിയുള്ള ചിത്രങ്ങളും പാറ്റേൺസും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയേ. We find amazing designs and things in all the shapes. നമ്മുടെ ചുറ്റും എല്ലാം റൗണ്ടോ എല്ലാം സ്ക്വയറോ അല്ല അല്ലേ? എല്ലാം പല പല ഷേപ്സിലാണ്. സോ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. അപ്പൊ വെറുതെ ഫൈറ്റ് ചെയ്യാണ്ട് ഫൈറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തോളൂ. ടുഗദർ വി ഓൾ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. നമ്മൾ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം, വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. The friends realized their mistake and promised each other that they would never fight again. അവരവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി, എന്നിട്ട് അവർ പറഞ്ഞു ഇനി നമ്മൾ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. They remained best friends forever. അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഭാവിയിലും തുടർന്നു. ഇഷ്ടപ്പെട്ടോ സ്റ്റോറി? നല്ല സ്റ്റോറിയാണല്ലേ? നമുക്കിനി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവാം. ആൻസർ ദ ഫോളോയിങ്. Who were the 4 friends? ആരൊക്കെയായിരുന്നു ആ 4 ഫ്രണ്ട്സ്? The 4 friends were circle, square, triangle and rectangle. Why they were fighting? അവരെന്തിനായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്? They were fighting because each of them believed they were the best shape. അവർ ഓരോരുത്തരും വിചാരിച്ചു അവരാണ് ബെസ്റ്റ് ഷേപ്പ്, അതുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്തത്. Who helped them to end their fight? ആരാണ് അവരെ ഫൈറ്റ് എൻഡ് ചെയ്യാൻ സഹായിച്ചത്? A wise star helped them to end their fight. What lesson did the friends learn in the end? അവർ എന്ത് ലെസണാ പഠിച്ചത് ലാസ്റ്റ്? The friends learned that instead of fighting, they should work together to create beautiful pictures and patterns, and that all shapes are special in their own way. എല്ലാ ഷേപ്സും അവരവരുടെ പേരിൽ സ്പെഷ്യൽ ആണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും പാറ്റേൺസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് T for true and F for false. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ട്രൂ ആണെങ്കിൽ T എഴുതണം, ഫാൾസ് ആണെങ്കിൽ F എഴുതണം. The circle does not have sharp edges. കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലേ? True. A square has 4 sides but not all of them are equal in size.
സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്, എല്ലാ സൈഡും ഈക്വൽ അല്ല. ശരിയാണോ? ഫാൾസ് ആണ്. ട്രയാങ്കിൾ ഹാസ് 2 സൈഡ്സ്. ട്രയാങ്കിളിന് 2 സൈഡേ ഉള്ളൂ. അല്ല അല്ലേ? 3 സൈഡ് ഉണ്ട്. അപ്പൊ അത് ഫാൾസ് ആണ്. The friends could decide who was the best among them. അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുമോ അവരിൽ ആരാ ബെസ്റ്റ് എന്ന്? ഇല്ല അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. Who is your friend? What are the things you can do when your friend helps you? നിങ്ങളുടെ ഫ്രണ്ട് ആരാണെന്നും അവരുടെ കൂടെ ഉള്ള നിങ്ങളുടെ അനുഭവം വേണം ഇവിടെ എഴുതാൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. My friend is Mia. With Mia's help, I can complete tasks faster and I have more fun. Look around you. Talk about the shapes of what you see. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന ഷേപ്സിനെ പറ്റി എഴുതണം കേട്ടോ. ഈ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. The clock is circular. The table is rectangular. Cushion is square. Picture frame is oval. അങ്ങനെ ഇനിയും കുറേ ഷേപ്സ് ഉണ്ട്. എല്ലാം നിങ്ങൾ ആഡ് ചെയ്യാം. Divide into group of 5. Each of you will be one character in the story: circle, square, triangle, rectangle, and the star. Take turns and read out the story. Enjoy by adding actions to what you say. Okay. അപ്പൊ നിങ്ങൾ 5 പേരായിട്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഓരോരുത്തരും ഒരാൾ സ്റ്റാർ ആവണം, ഒരാൾ സർക്കിൾ ആവണം, ഒരാൾ സ്ക്വയർ ആവണം, ഒരാൾ ട്രയാങ്കിൾ ആവണം, റെക്ടാങ്കിൾ ആവണം. എന്നിട്ട് ഓരോരുത്തർ പറയുന്ന ഡയലോഗ്സും നിങ്ങൾ ഓരോരുത്തരായിട്ട് റീഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ ആക്ഷൻസ് ഒക്കെ കാണിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ. നല്ല രസമായിരിക്കും അല്ലേ? റീഡ് ദ ഫോളോയിങ് ലൈൻസ്. A pigeon and an ant became friends. A pigeon and an ant. A pigeon, an ant. Notice that we used a before pigeon and an before ant. pigeon മുമ്പിൽ നമ്മൾ a ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ആൻഡിന് മുമ്പിൽ an ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. We use a before singular nouns that begins with consonants, and an is used before singular nouns that begin with vowel sound. A, E, I, O, U. Using this information, fill up the following blanks. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സിംഗുലാർ നൗൺസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള ഒറ്റയായിട്ടുള്ള നെയിമിംഗ് വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കൗ അല്ലെങ്കിൽ ഒരു ആൻഡ്, ഒരു പീജിയൻ, അങ്ങനെ ഒരു നൗൺ ഒറ്റ ആൾ മാത്രമാവുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് സിംഗുലാർ. ഇനി ഈ സിംഗുലാർ നൗൺസിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്ററും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പീജൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിലാണ്, ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ്. കണ്ടോ? ഈ എ എന്ന് പറഞ്ഞ ഒരു വവലാണ്. ഏതൊക്കെയാ വവൽസ്? എ, ഇ, ഐ, ഒ, യു. മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്നൊക്കെ പറയും പോലെ ഇംഗ്ലീഷിലുള്ള വവൽസ് ആണ് എ, ഇ, ഐ, ഒ, യു. ഈ ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗുലാർ ആയിട്ടുള്ള നൗണിന്റെ മുന്നിൽ നമ്മൾ ആൻ എന്നാണ് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഈ ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കി ഏത് ലെറ്റേഴ്സ് വന്നാലും അതിന് പറയുന്ന പേരാണ് കോൺസണൻസ്. ഈ കോൺസണൻസ് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് വരുമ്പോൾ പീജിയനിൽ പി കണ്ടോ, അവിടെ എ ആണ് യൂസ് ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ. ഇവിടെ ഈ എല്ലാ സ്പേസിലും എ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ. A dog is barking at the postman. My mother gives chapatis to a cow every day. ഇവിടെ എ കൊടുക്കണം. In summers, a sparrow built its nest on the mango tree near our house. അപ്പോൾ ഇവിടെയും നിങ്ങൾ എ എഴുതണം. ഓക്കെ. Fill in the blanks using an. ഈ ഒരു സെറ്റിൽ ഫുള്ള് ആൻ ആണ് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാ? I saw an eagle yesterday. അവിടെ എന്ത് എഴുതണം? ആൻ എന്ന് എഴുതണം. Maya bought dash umbrella for the monsoon. ഇവിടെയോ an umbrella. പിന്നെ an ice cream man brings his cart in the evenings. An ice cream man. Fill in the blanks using a or an. ഇപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, എ ആണോ ആൻ ആണോ. ഫസ്റ്റ് ബ്രൗൺ ഹെൻ.
ബ്രൗൺ. ബി എന്താണ്? ഒരു കോൺസണന്റ് ആണ് അല്ലേ? അപ്പൊ അവിടെ എ മതി. എ ബ്രൗൺ. ഹെൻ. ലേഡ് എഗ്. എഗിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. അതൊരു വവൽ ആണല്ലേ? അപ്പൊ അവിടെ എൻ. ഡാഷ് ഈഗിൾ. ഈഗിളിന്റെ സ്റ്റാർട്ടിങ് ഇ ആണ്. ഒരു വവൽ ആണ്. അപ്പൊ ആൻ. ആൻ ഈഗിൾ സാറ്റ് ഓൺ എ ബിൽഡിംഗ്. ബിക്കോസ് എ എന്ന് പറഞ്ഞാൽ ബി കൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എ കൊടുക്കുക. മേരി ഏറ്റ് ഡാഷ് ആപ്രിക്കോട്ട്. എ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ എന്താ? ആൻ ആപ്രിക്കോട്ട്. ചിക്കു. സിയിലാണ്. അപ്പൊ എ ചിക്കു. ആൻഡ് ഓറഞ്ച്. ഓറഞ്ച് അഗെയിൻ കൺസണന്റ് ആണ്. അപ്പൊ അവിടെ ആൻ ഓറഞ്ച്. പേസ്റ്റ് ദ പിക്ചർ ഓഫ് യുവർ ഫ്രണ്ട്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഇവിടെ ഉണ്ടല്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വെക്കുക. റൈറ്റ് എ ഫ്യൂ ലൈൻസ് അബൌട്ട് യുവർ ഫ്രണ്ട് ബൈ ഫില്ലിംഗ് ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക്സിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. മൈ ഫ്രണ്ട് നെയിം ഇസ്. എന്റെ ഫ്രണ്ടിന്റെ പേരാണ് മിയ. ഷീ ഈസ് എ ഗേൾ. ഇനി ഒരു ബോയ് ആണെങ്കിലോ? ഹി ഈസ് എ ബോയ്. അപ്പൊ ഹി കട്ട് ചെയ്ത് കളയാം. ബോയ് അല്ല, മിയ ഗേൾ ആണ്. ഷീ ഈസ് എ ഗേൾ. ഷീ ഈസ് 8 years old. അവൾക്ക് 8 വയസ്സായിട്ടുണ്ട്. ഹർ ഫേവറേറ്റ് കളർ ഈസ് റെഡ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫേവറേറ്റ് കളർ ഇവിടെ എഴുതണം കേട്ടോ. ഷീ ലൈക്സ് ടു പ്ലേ. അവൾക്ക് എന്ത് കളിക്കാനാ ഇഷ്ടം എന്നറിയോ? ഷീ ലൈക്സ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ഷീ വോണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. നിങ്ങളുടെ ഫ്രണ്ടിന് എന്താണ് ആവേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് ഇവിടെ ഫിൽ ചെയ്ത് വെക്കുക. ഐ ലവ് മൈ ഫ്രണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ്. Use the space given below to draw the 4 friends you met in the chapter 3. ഈ ചാപ്റ്റർ 3യിൽ കണ്ടുമുട്ടിയ 4 ഫ്രണ്ട്സിന്റെ പിക്ചേഴ്സ് ഇവിടെ വരച്ചാലോ? ആരൊക്കെയായിരുന്നു? സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ. നിങ്ങളുടെ ബുക്കിലും പല കളറുകൾ ഉപയോഗിച്ച് ഭംഗിയായിട്ട് ഈ ചിത്രങ്ങൾ വരയ്ക്കുക. ഓക്കെ? Draw pictures using the 4 friends mentioned in the chapter 3. You can use the pictures given below for ideas. നേരത്തെ നമ്മൾ ഓരോ ഫ്രണ്ട്സിനെയും വരച്ചു അല്ലേ? ഇവിടെ ഇനി എല്ലാരെയും എല്ലാ ഷേപ്സും ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് നല്ലൊരു ചിത്രം വരയ്ക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം കണ്ടോ? ഇതിൽ റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, പിന്നെ സ്ക്വയറുകൾ ഉണ്ട്, എല്ലാ ഷേപ്സും ഉണ്ട്. നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കുക. വാട്ട് ഡു യു ഡു? ഇതൊരു ചെറിയ പോയമാണ്, നമുക്ക് വായിച്ചു നോക്കാം. Who are you and what do you do? We are birds, we chirp and sing. Who are you and what do you do? We are monkeys, we jump and swing. Who are you and what do you do? We are dogs, we run and bark. Who are you and what do you do? We are cats, we mew in the dark. Who are you and what do you do? We are elephants, we raise our trunks. Who are you and what do you do? We are lions, we roar and hunt. ഇവിടെ കുറേ ആനിമൽസിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിക്കുകയാണ്, Who are you and what do you do? ഫസ്റ്റ് ചോദിക്കുന്നത് ആരോടാ? ബേർഡ്സിനോടാണ്. അപ്പൊ ബേർഡ്സ് പറയും, We are birds, we chirp and sing. പക്ഷികളുടെ ശബ്ദത്തിനാണ് chirp എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്നത് ആരോടാ? Who are you and what do you do? മങ്കീസിനോടാണ്. We are monkeys, we jump and swing. മങ്കീസ് എന്താ ചെയ്യുക? ചാടിക്കളിക്കും, പിന്നെ ഈ മരത്തിലൊക്കെ പിടിച്ച് ആടിക്കളിക്കും. Who are you and what do you do? We are dogs, we run and bark. Dogs കുരയ്ക്കുന്നതിനാണ് barking എന്ന് പറയുന്നത്. We run and bark. Who are you and what do you do? ഈ തവണ കാറ്റ്സിനോടാണ് ചോദിക്കുന്നത്. കാറ്റ്സ് എന്താ പറയാ?
വി ആർ കാറ്റ്സ് ആൻഡ് വി മ്യൂ ഇൻ ദ ഡാർക്ക്. ഞങ്ങള് കാറ്റ്സ് ആണ്, ഇരുട്ടിൽ ഞങ്ങൾ മ്യൂ എന്ന് പറയും. Who are you and what do you do? We are elephants. We raise our trunks. Elephants അവരുടെ ട്രങ്ക് റേസ് ചെയ്യും. അടുത്തത് ലയൺസ് ആണ്. ലയൺസ് എന്താ ചെയ്യുക? വി റോർ ആൻഡ് ഹണ്ട്. അവരുടെ ശബ്ദത്തിനാണ് പറയുന്നത് റോർ. അവര് ഭക്ഷണത്തിന് വേണ്ടി വേറെ ആനിമൽസിനെ ഹണ്ട് ചെയ്യും, അല്ലേ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.